ഹലോ കൂട്ടുകാരെ, ശ്യാമളശമാടൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെല്ലക്കുട്ടിയെ കുളിപ്പിക്കലാണ്. അവളെ കുളിപ്പിച്ച് ചുന്ദരിയാക്കി അവളെ ഒരുക്കലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എൻ്റെ മക്കൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമാണ് ഇവളെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കാറ്. അപ്പം ഞാനാണെങ്കിൽ ഈ പട്ടിയും പൂച്ചയൊന്നും അടുപ്പിക്കത്തില്ല. അപ്പോൾ അവരാണ് അതിനെ കുളിപ്പിക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ. എനിക്കിങ്ങനെ ദൂരെ നിന്ന് കാണുന്നതാണ് ഇഷ്ടം. ചിലർക്കൊക്കെ അങ്ങനെയാണല്ലോ, പട്ടിയും പൂച്ചയൊക്കെ ദൂരെ നിന്ന് കാണുന്നതാണ് ഇഷ്ടം. ചിലവരൊക്കെ മടിയിലൊക്കെ എടുത്ത് വെച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാനും ദൂരെ നിന്ന് കാണുന്ന ഒരാളാണ്, ആസ്വാദക മാത്രമാണ്. അപ്പോഴേ അവളിതേ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ദേഹം തേച്ച് കൊടുത്തപ്പോൾ നിൽക്കുന്നത് കണ്ടോ? എന്തോ ഒരു ആശ്വാസം എന്നറിയാം. മനുഷ്യരൊക്കെ ആണെങ്കിൽ ചൂടെടുത്താലൊക്കെ ആണെങ്കിൽ പോയി കുളിക്കാം, എപ്പോഴെങ്കിലും ഒരു ദേഹത്തിന് ചൂടോ ഒക്കെ ആകുമ്പോഴത്തേക്ക് പോയി കുളിക്കാൻ പറ്റും. പക്ഷേ മൃഗങ്ങൾക്കൊക്കെ, അതായത് നമ്മൾ വളർത്തു മൃഗങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാവരും പട്ടിയും പൂച്ചയൊക്കെ വളർത്തുന്നവരൊക്കെ അവരെ മാക്സിമം പറ്റുന്നിടത്തോളം ഈ ഉണക്ക് കാലമാണ് കുളിപ്പിക്കുക, വൃത്തിയായിട്ട് നല്ല തണുപ്പുള്ളിടത്ത് അവരെ കെട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. കാരണം മനുഷ്യർക്ക് മാത്രമല്ല ഈ ഉണക്കുകാലമായി കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകുക, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്കും ഉണ്ടാകാം. അത് പിന്നെ നമുക്കും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നിടത്തോളം നമ്മളിവരെയൊക്കെ നമ്മൾ എത്രത്തോളം സേഫായിരിക്കുന്നു അത്രത്തോളം തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങളെ സേഫാക്കി വെക്കുക. അപ്പോൾ കണ്ട കുളിച്ച് സുന്ദരിയായി തോർത്തി വന്ന് നിൽക്കുകയാണേ. കണ്ട ഹെല്ലക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. ഒരു സന്തോഷം കണ്ടോ, ഒരു സന്തോഷപ്രകടനം കണ്ടോ അതിൻ്റെ? അതാണ് പറഞ്ഞത്, നമ്മൾ എത്ര സ്നേഹം അവർക്ക് കൊടുക്കുന്നോ അത്ര തന്നെ നമുക്ക് അവർ തിരിച്ചു തരും. ഇന്നത്തെ വീഡിയോ ഹെല്ലക്കുട്ടിയെ കുളിപ്പിലൊക്കെ ആയിരുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും എല്ലാവർക്കും ഓക്കേ, ബൈ ബൈ, വീണ്ടും കാണാം.